ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കുകയാണ്. നടിമാരുടെ തുറന്നു പറച്ചിൽ പല പ്രമുഖരെയും വെട്ടിലാക്കി. മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള മോശം പ്രവണതകളുണ്ടെന്ന് തമിഴകത്തെ നടിമാർ ഉൾപ്പെടെ തുറന്നു പറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം പ്രമുഖ താരങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ പറയാത്തത് വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. വിമർശനങ്ങൾ കടുത്തതോടുകൂടി മമ്മൂട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിപ്രായം പങ്കുവച്ചു. വിശദീകരണം നൽകാനാവാതെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചു. ലേഡി സൂപ്പർ താരം മഞ്ജു വാര്യർക്കും ഈ വിഷയത്തിൽ കൃത്യമായ അഭിപ്രായമില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മഞ്ജു ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായത്. WCC അംഗമാണെങ്കിലും സംഘടനകളുടെ പല നിലപാടുകളെയും മഞ്ജു പരസ്യമായി പിന്തുണയ്ക്കുന്നുമില്ല. ഇപ്പോഴിതാ തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നയൻതാര മലയാള സിനിമാ ലോകത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. എനിക്കിതിൽ ഡിപ്ലോമാറ്റിക് ആകേണ്ട. ബോംബെയിൽ നിന്ന് വരുന്ന നായികമാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും. എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അവളോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പെണ്ണല്ലേ, എന്തിന് കൃത്യമായി ബഹുമാനം പോലും അവർ തരാറില്ല. പക്ഷേ എങ്കിൽ പോലും ആർട്ടിസ്റ്റാണ്. അത് മലയാള സിനിമാ രംഗം ശ്രദ്ധിക്കണമെന്നാണ് നയൻതാര വ്യക്തമാക്കുന്നത്. അതേസമയം തമിഴ് സിനിമാ രംഗത്തെക്കുറിച്ച് തനിക്ക് പരാതികളൊന്നുമില്ല, സ്വന്തം വീട് പോലെയാണെന്നും നയൻതാര അന്ന് പറഞ്ഞു. 2003 മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ നയൻതാര അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. കുറച്ച് മലയാള സിനിമകളിൽ അഭിനയിച്ച നടി തമിഴകത്തേക്ക് കടന്നു. മലയാള സിനിമാ രംഗത്തെക്കാളും ബഹുമാനവും സ്വീകാര്യതയും നടിക്ക് തമിഴകത്താണ് ലഭിച്ചതെന്നും തുറന്നു പറഞ്ഞു. പിന്നീട് ഇടയ്ക്ക് വന്ന് ചില മലയാള സിനിമകൾ ചെയ്യുന്ന നടിയായി നയൻതാര മാറി. മലയാളത്തിൽ സ്വന്തം നാട്ടിലെ നായിക നടിമാർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. നേരത്തെ കാവ്യ മാധവനും ഈ വിഷയത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അന്യഭാഷയിൽ നിന്നും മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന നടിമാർക്ക് കൃത്യമായ പ്രതിഫലമുണ്ട്. പക്ഷെ ഞങ്ങൾക്കതൊന്നും കിട്ടാറുമില്ല. പലപ്പോഴും വിഷമം വരെ തോന്നിയിട്ടുണ്ട്. അവരെത്ര ലക്ഷം രൂപ ചോദിച്ചാലും അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അവരുടെ കൂടെ 5-6 അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. 5 സ്റ്റാർ ഹോട്ടലായിരിക്കും അവർ താമസിക്കുക. അവർക്ക് തോന്നിയ സമയത്ത് വരികയും പോവുകയും ഒക്കെ ചെയ്തേക്കാം. അപ്പോഴേക്കും അവർക്കുള്ള വില കൂട്ടിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും താൻ മലയാളത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെയാണ് ചെയ്തത്. കാരണം ഞാൻ മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ സാഹചര്യം, ആ സമയത്ത് എനിക്ക് കിട്ടേണ്ടതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. പലപ്പോഴും ബഹുമാനവും അതേപോലെ തന്നെ പലരും എന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഞാൻ മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കാനുണ്ടായ സാഹചര്യം. മലയാള സിനിമ സൂപ്പർ സ്റ്റാറുകളെക്കുറിച്ച് നയൻതാരയോട് ചോദിച്ചപ്പോൾ നയൻതാര പറഞ്ഞത് ഇങ്ങനെയാണ്: മുഖംമൂടി ധരിച്ച നിരവധി ആൾക്കാരുണ്ട്. സിനിമ എന്ന് പറയുന്ന ലോകത്ത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ വേറൊരു സ്വഭാവവും അത് കഴിയുമ്പോൾ വേറൊരു സ്വഭാവവുമാണ്.